നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിട്ട് കാണാൻ വെല്ലുവിളിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. വ്യാഴാഴ്ച ഇസ്താംബൂളിൽ സമാധാന ചർച്ചകൾക്കായി കാണാമെന്ന് സമ്മതിച്ച പുടിനുള്ള പ്രതികരണമാണിത്. വർഷങ്ങളായി യുദ്ധം തുടരുന്ന രണ്ട് അയൽ രാജ്യങ്ങളുടെ തലവന്മാർ നേരിട്ട് കാണുമ്പോഴുള്ള അവസ്ഥ എന്താകുമെന്ന കടുത്ത ആശങ്കയിലാണ് യൂറോപ്പും US-ഉം ലോകരാജ്യങ്ങളും. ഉക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള പുടിൻ്റെ നിർദ്ദേശത്തോട് ആദ്യം വേണ്ടത് വെടിനിർത്തലാണെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഉക്രൈനിലേക്കുള്ള പ്രത്യേക പ്രതിനിധി ജനറൽ കീത്ത് കെലോഗ്. ഉക്രൈനിലെ കൊലപാതകം നിർത്തണമെന്നും റഷ്യയോട് കെലോഗ്. UK-യിലേക്ക് വിദേശ തൊഴിലാളികളെ അനുഗമിക്കുന്ന മുതിർന്ന കുടിയേറ്റക്കാർ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ വിജയിക്കണമെന്ന നിബന്ധന നടപ്പിൽ വരുത്താനൊരുങ്ങി കെയർ സ്റ്റാമർ സർക്കാർ. വിദേശത്തു നിന്നും എത്തുന്നവർ നമ്മുടെ ഭാഷ പഠിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണമെന്ന കെയർ സ്റ്റാമറുടെ നിലപാട് കടുത്ത UK സ്വദേശീവൽക്കരണത്തിന്റെ തുടക്കമാണോ എന്നാണ് ഇപ്പോൾ ആശങ്ക. വെടിനിർത്തിയാലും പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെടിനിർത്തൽ ധാരണയ്ക്ക് തൊട്ടു മുമ്പാണ് വാൻസിനോട് മോദി തന്റെ ഉറച്ച നിലപാടുകൾ അറിയിച്ചതെന്ന് റിപ്പോർട്ട്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദില്ലി വിമാനത്താവളത്തിൽ അധികൃതർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. നിരന്തരം ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കണം, നടപടികളുമായി യാത്രക്കാർ സഹകരിക്കണമെന്നും അധികൃതർ. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ട്രക്കും ട്രെയിലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 13 മരണം. ഞായറാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് തന്റെ പുതിയ മുൻനിര മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. ടാന്യ പ്ലിബർസെക്കിനെ സാമൂഹിക സേവന മന്ത്രിയായി നിയമിച്ചു. പുതിയ അറ്റോർണി ജനറൽ മിഷേൽ റോൾ ഉണ്ടാകും. ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർക്ക് NDS-ന്റെ അധിക ചുമതലയും. ഉക്രൈനിൽ നീതിയുക്തവും നിലനിൽക്കുന്നതുമായ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. ഇനി ഒരിക്കലും യുദ്ധം പാടില്ലെന്നും ഞായറാഴ്ചത്തെ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ മാർപ്പാപ്പ. ഇന്ന് മാലാഖമാരുടെ ദിനം, അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെയും അനുകമ്പയും കരുതലിനെയും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്ന ദിനമാണ്. അബുദാബി എമിറേറ്റിൽ 1000 ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാനൊരുങ്ങി അബുദാബി മൊബിലിറ്റി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ 16 മാസത്തിനിടെ 8.6 കോടിയിലധികം യാത്രക്കാർ ഒരു പരാതിക്ക് പോലും ഇടം നൽകാതെ യാത്ര ചെയ്തതായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. ഹജ്ജിനായി വിദേശത്ത് നിന്നും ഇതുവരെ എത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം 2,20,000 കവിഞ്ഞു. ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയത് ഇന്തോനേഷ്യയിൽ നിന്നും. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചിമബംഗാൾ സ്വദേശിയും കാലിഫോർണിയയിലെ IT ജീവനക്കാരനുമായിരുന്ന ബിദൻ അധികാരിയുടെ ബംഗ്ലാദേശിയായ ഭാര്യ സൊഹൈനി റോയ്ക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കെ സുധാകരനെ തൃപ്തിപ്പെടുത്താനല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് തന്നെ KPCC പ്രസിഡന്റാക്കിയതെന്ന് അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫ്. പുതിയ സംസ്ഥാന നേതൃത്വവും ചുമതലയേറ്റു. വാർത്തകൾ വിശദമായി. വ്യാഴാഴ്ച ഇസ്താംബൂളിൽ സമാധാന ചർച്ചകൾക്കായി കാണാമെന്ന് സമ്മതമറിയിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിട്ട് കാണാൻ വെല്ലുവിളിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. തിങ്കളാഴ്ച മുതൽ വെടിനിർത്തൽ പാലിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി റഷ്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു. 30 ദിവസത്തെ വെടിനിർത്തലിൽ ഒപ്പുവയ്ക്കണമെന്ന ഉക്രൈൻ്റെയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും ആവശ്യം റഷ്യൻ പ്രസിഡന്റ് നിരസിച്ച ശേഷവും തുർക്കിയിൽ വെച്ച് ഉക്രൈനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരുന്നു. വർഷങ്ങളായി യുദ്ധം തുടരുന്ന രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ നേരിട്ട് കണ്ടാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന ആശങ്കയിലാണിപ്പോൾ യൂറോപ്പും US-ഉം. പുടിനിൽ നിന്നും മാന്യമായ വാക്കുകളോ ഉറപ്പുകളോ ഒന്നും തന്നെ സെലൻസ്കി പ്രതീക്ഷിക്കുന്നുമില്ല. കൂടിക്കാഴ്ചയിൽ തൻ്റെ സുരക്ഷയിൽ സെലൻസ്കിക്കും അനുയായികൾക്കും അതീവ ആശങ്കയുമുണ്ട്. പൂർണ്ണവുമായും നിലനിൽക്കുന്നതുമായ വെടിനിർത്തലിനായി തങ്ങൾ കാത്തിരിക്കുന്നു. കൊലപാതകങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവുമില്ല. വ്യാഴാഴ്ച തുർക്കിയിൽ പുടിനായി താൻ കാത്തിരിക്കുമെന്നും ഇത്തവണ റഷ്യക്കാർ ഒഴിവ് കഴിവുകൾ തേടില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഉക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള വ്ളാഡിമിർ പുടിൻ്റെ നിർദ്ദേശത്തോട് ആദ്യം വേണ്ടത് അവിടെ വെടിനിർത്തലാണെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഉക്രൈനിലേക്കുള്ള പ്രത്യേക പ്രതിനിധി ജനറൽ കീത്ത് കെലോഗ് പ്രതികരിച്ചു. ഉക്രൈനിലെ കൊലപാതകം നിർത്തുക, ആദ്യത്തെ 30 ദിവസത്തെ നിരുപാധിക വെടിനിർത്തൽ നടപ്പാക്കുക, അതിനുശേഷം സമഗ്രമായ സമാധാന ചർച്ചകളിലേക്ക് നീങ്ങുക, ഇതാണ് US നിലപാടെന്നും ജനറൽ കീത്ത് കെലോഗ് പ്രതികരിച്ചു. 30 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ പിന്തുണ ട്വീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എക്സ് പോസ്റ്റിൽ എഴുതിയത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി പോലും വെടിനിർത്തലിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു എന്നാണ്. UK-യിലേക്ക് വിദേശ തൊഴിലാളികളെ അനുഗമിക്കുന്ന മുതിർന്ന കുടിയേറ്റക്കാർ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ വിജയിച്ചിരിക്കണമെന്ന നിബന്ധന നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കെയർ സ്റ്റാമർ സർക്കാർ. ഇത് കടുത്ത UK സ്വദേശീവൽക്കരണത്തിലേക്കുള്ള കെയർ സ്റ്റാമർ സർക്കാരിൻ്റെ നീക്കങ്ങളുടെ തുടക്കമാണോ എന്നാണ് ആശങ്ക. കൂടാതെ കുടിയേറ്റ സംവിധാനം കർശനമാക്കുന്നതിനായി
കെയർ ചേംബർ വെളിപ്പെടുത്താനിരിക്കുന്ന പുതിയ നടപടികളുടെ ഭാഗമായി കെയർ ഹോമുകൾ വിദേശത്തു നിന്നും ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് തടയും. റിഫോം യുക്കെക്കുള്ള പിന്തുണയിൽ അടുത്ത കാലത്തുണ്ടായ കുതിച്ചുചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റാമറുടെ ഈ തീരുമാനങ്ങൾ. വിദേശത്തു നിന്നെത്തുന്നവർ നമ്മുടെ ഭാഷ പഠിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണമെന്നും പ്രധാനമന്ത്രി നിലപാടെടുക്കുന്നു. കൂടാതെ കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികളെ കൊണ്ടുവരാൻ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ബ്രോക്കൺ സിസ്റ്റം പുനഃസ്ഥാപിക്കുമെന്നും സ്റ്റാമർ സർക്കാർ വാഗ്ദാനം ചെയ്തു. 5 വർഷത്തിന് ശേഷം യുകെയിൽ സ്ഥിരതാമസമാക്കാൻ അപേക്ഷിക്കാനുള്ള വിദേശ തൊഴിലാളികളുടെ അവകാശം സർക്കാർ എടുത്തു കളയും. യുകെയിൽ സ്ഥിരതാമസമാക്കാൻ ഇനിയുള്ള കാത്തിരിപ്പ് 10 വർഷത്തേക്ക് നീട്ടാൻ ആണ് ഇപ്പോഴത്തെ തീരുമാനം. വെടിനിർത്തിയാലും പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് നരേന്ദ്രമോദി വ്യക്തമാക്കിയതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും. ഭീകരത അവസാനിക്കുന്നതുവരെ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കുമെന്ന് വെടിനിർത്തൽ ധാരണയ്ക്ക് മുമ്പാണ് വാൻസിനോട് മോദി അറിയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വാൻസിനോട് തങ്ങളുടെ നിലപാടും വ്യക്തമാക്കി. പാകിസ്ഥാനിലെ ബഹൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം തകർത്തത് ഉഗ്ര പ്രതിരോധശേഷിയുള്ള ആയുധം ഉപയോഗിച്ചാണെന്നും അത് ഇന്ത്യ നൽകിയ ശക്തമായ സന്ദേശമാണെന്നും മോദി വാൻസിനെ അറിയിച്ചു. വിദേശകാര്യമന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും തമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഇരു രാജ്യങ്ങളിലെയും DGMOമാർ മാത്രമാണ് ഇപ്പോൾ ചർച്ച നടത്തിയതെന്നും ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദില്ലി വിമാനത്താവളത്തിൽ അധികൃതർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. നിരന്തരം ഔദ്യോഗിക അറിയിപ്പുകൾ യാത്രക്കാർ പരിശോധിക്കണം, നടപടികളുമായി യാത്രക്കാർ സഹകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷ വർദ്ധിപ്പിച്ചതും നിലവിലെ സാഹചര്യങ്ങളും വിമാനങ്ങളുടെ സമയത്തെയും നടപടികളെയും ബാധിച്ചേക്കാം. നിലവിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിൽ തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങളിലെ 32 വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരുന്നു. ഈ വിമാനത്താവളങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടുമില്ല. തീവ്രവാദികളെ മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വച്ചതെന്ന് ഇന്ത്യൻ കരസേന നാവിക വ്യോമസേനയുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ നിരത്തി ഇന്ത്യ. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുവെന്നും അതിൽ 100 ഭീകരവാദികൾ കൊല്ലപ്പെട്ടുവെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ പറഞ്ഞു. അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങളുടെ ഭൂപ്രകൃതിയും നിർമ്മാണ രീതിയും ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചെന്നും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ പറഞ്ഞു. നിരവധി കേന്ദ്രങ്ങൾ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. 9 ക്യാമ്പുകളിൽ തീവ്രവാദികളുണ്ടെന്ന് ഇന്റലിജൻസ് സ്ഥിരീകരിച്ചു. ഇവയിൽ ചിലത് പാക് അധിനിവേശ കാശ്മീരിലായിരുന്നു, മറ്റുള്ളവ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു. കൊടും ഭീകരരെ പരിശീലിപ്പിച്ച ലഷ്കർ-ഇ-തോയ്ബയുടെ കേന്ദ്രമായ മുരുട്കെ തകർക്കാനായെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ട്രക്കും ട്രെയിലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 13 മരണം. ഞായറാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റായ്പൂർ ബലോദാസ്പൂർ റോഡിൽ സറഗോണിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. മരിച്ചതിൽ 4 പേർ കുട്ടികളാണ്. ഒരു കുടുംബ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയവരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ഇറാനിയൻ മണ്ണിലെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി വിഷയത്തിൽ ഇരുപക്ഷവും നിലപാടുകൾ വളരെ വ്യത്യസ്തമായി എടുത്തെങ്കിലും ഇറാനും US തമ്മിലുള്ള 4ാം റൗണ്ട് ആണവായുധ നിരായുധീകരണ ചർച്ചകൾ അത്ഭുതകരമായ ശുഭാപ്തി വിശ്വാസത്തോടെ അവസാനിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. ഒമാനിലെ മസ്കറ്റിൽ നടന്ന 4 മണിക്കൂർ നീണ്ട ചർച്ച US പക്ഷം പോസിറ്റീവ് എന്ന് വിശേഷിപ്പിച്ചു. ചർച്ചകൾ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇരു കക്ഷികളുടെ നിലപാടുകൾ മനസ്സിലാക്കാൻ വിശദമായ ചർച്ചകൾ കൊണ്ട് സാധിച്ചെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പ്രതികരിച്ചു. ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് തൻ്റെ പുതിയ മുൻനിര മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. ടാനിയ പ്ലിബർസെക്കിനെ സാമൂഹിക സേവന മന്ത്രിയായി പ്രമുഖ സ്ഥാനം നൽകി നിയമിച്ചു. പുതിയ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ പുതിയ അറ്റോർണി ജനറലായി മിഷേൽ റോളണ്ടാകും നിയമിതനാകുക. ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർക്ക് NDISൻ്റെ അധിക ചുമതലയുണ്ടാകും. അമാൻഡ റിഷ്വർത്തിനെ പുതിയ തൊഴിൽ ജോലി സംബന്ധ മന്ത്രിയെ നിയമിച്ചു. അനിക വെൽസിനെ കമ്മ്യൂണിക്കേഷൻസ് വകുപ്പിലേക്കും മൊറേ വാട്ട് പരിസ്ഥിതി വകുപ്പിൻ്റെയും ചുമതലയിലേക്കും നിയമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഉയർന്നു വരുന്ന 2 താരങ്ങളായ ആനി അലിയും ടിം അയേഴ്സും പ്രധാന വകുപ്പുകളിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടും. വ്യവസായ വകുപ്പ് ടിം അയേഴ്സ് ഏറ്റെടുക്കും. ആനി അലി ചെറുകിട ബിസിനസ് മൾട്ടി കൾച്ചറൽ അഫയേഴ്സ് മന്ത്രിപദം ഏറ്റെടുക്കും. ഉക്രൈനിൽ നീതിയുക്തവും നിലനിൽക്കുന്നതുമായ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ആഗോള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പ ഇനി ഒരിക്കലും യുദ്ധം പാടില്ലെന്ന് ആദ്യ ഞായറാഴ്ചത്തെ തൻ്റെ പ്രസംഗത്തിൽ ലിയോ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഇപ്പോൾ നടക്കുന്ന ലോക സംഘർഷങ്ങളെ 3ാം ലോക മഹായുദ്ധത്തിൻ്റെ ചെറിയ ഭാഗങ്ങളെന്നാണ് പോപ്പ് ഉപമിച്ചത്. വത്തിക്കാനിലെ തൻ്റെ ആദ്യ ഞായറാഴ്ച പ്രസംഗത്തിൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തലും മാനുഷിക സഹായവും എല്ലാ ബന്ദികളും മോചിപ്പിക്കലും വേണമെന്ന് പോപ്പ് ആവശ്യപ്പെട്ടു. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മധ്യ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട ലിയോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ന് മാലാഖമാരുടെ ദിനമാണ്, അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെയും അനുകമ്പയും കരുതലിനെയും
ഈ ദിവസം ലോകം ഒന്നുകൂടി ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മെയ് 12-നാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കുന്നത്. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ആണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനം അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്ന് മെയ് 12 ലോക നഴ്സസ് ദിനമായിട്ട് നാം ഈ ദിനം ആചരിക്കുന്നു. ഏതൊരു ഹോസ്പിറ്റലിലും ഏറ്റവും അംഗസംഖ്യ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എപ്പോഴും നഴ്സുമാരാണ്. സേവനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നഴ്സുമാരുടെ സേവനമാണ് ശരിക്കും ഒരു ഹോസ്പിറ്റലിൻ്റെ ഗുണനിലവാരത്തെ വേർതിരിച്ച് കാട്ടുന്നത്. നഴ്സുമാരെ എന്തുകൊണ്ടും ആദരിക്കാനും അവരുടെ ആ സേവനങ്ങളെ ഉൾക്കൊള്ളാനും അവരുടെ ആ സേവനങ്ങളെ പുകഴ്ത്താനും അത് അംഗീകരിക്കാനും പറ്റിയ ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ നമ്മൾ കരുതുന്നു. SUT ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ നഴ്സിംഗ് വിഭാഗം വളരെയധികം കാര്യക്ഷമമായിട്ടും പേഷ്യൻസിന് വേണ്ടിയും നിലകൊള്ളുന്നതായിട്ടാണ് നാം കണ്ടിട്ടുള്ളത്. ഈ ഒരു ദിനത്തിൽ എനിക്ക് SUTയിലെ നഴ്സുമാരോട് പറയാനുള്ളത്, വി അപ്രീഷിയേറ്റ് യു, വി ആർ വിത്ത് യു ആൻഡ് വി ആർ ടോട്ടലി ഇൻഡെറ്റഡ് ടു യു. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സേവന മാതൃകാപരമാണ് എന്ന് ഞാനിവിടെ എടുത്തു പറയട്ടെ. ഈ നഴ്സസ് ദിനത്തിലും ഇനി അങ്ങോട്ട് വരുന്ന ദിനങ്ങളിലും നിങ്ങൾ ഇതിലും കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ പേഷ്യൻസാണ് നമ്മൾ എല്ലാ വിധത്തിലും നമ്മളെ സർട്ടിഫൈ ചെയ്യേണ്ടത്. അവരുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എന്നെനിക്കറിയാം. 4.8 നമുക്ക് ഗൂഗിൾ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തനിയെ വന്നതല്ല. നിങ്ങളുടെയൊക്കെ സേവനത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്കിംഗ് ആണ് ആ ഗൂഗിൾ റേറ്റിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വരാം. വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസ്. അബുദാബി എമിറേറ്റിൽ 1000 ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ അബുദാബി മൊബിലിറ്റി തയ്യാറെടുക്കുന്നു. സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് എമിറേറ്റിലെ 400 കേന്ദ്രങ്ങളിലായി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി 1000 ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്. ഹോട്ടലുകൾ, വ്യാപാര സമുച്ചയങ്ങൾ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളായാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ വരിക. 2050 കാർബൺ മുക്തനാകുക എന്ന എമിറേറ്റിൻ്റെ ലക്ഷ്യത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ പ്രധാന ഭാഗമായാണ് അബുദാബി മൊബിലിറ്റിയുടെ ഈ നീക്കം. ചാർജ് AD എന്ന ബ്രാൻഡിന് കീഴിലാകും ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ. AC ചാർജറുകൾക്ക് കിലോവാട്ടിന് മണിക്കൂറിന് 0.7 ദിർഹം എന്ന നിലയിലും ഫാസ്റ്റ് DC ചാർജറുകൾക്ക് കിലോവാട്ടിന് മണിക്കൂറിന് 1.2 ദിർഹവുമാണ് ചാർജ് നിശ്ചയിച്ചിട്ടുള്ളത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ 16 മാസത്തിനിടെ 8.6 കോടിയിലധികം യാത്രക്കാർ ഒരു പരാതിക്ക് പോലും ഇടം നൽകാതെ കടന്നുപോയതായാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയുടെ നിലപാട്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെ ആദ്യ 4 മാസത്തെയും ഉൾപ്പെടെയുള്ള കണക്കാണിത്. ദുബായിൽ നടന്ന ലീഡേഴ്സ് ഗ്ലോബൽ ഫോറത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഭാവിയിൽ യാത്രാരേഖകളില്ലാത്ത രീതിയിലേക്ക് വിമാനത്താവളം വഴിയുള്ള യാത്രകൾ മാറുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്നും അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇതേ കാലയളവിൽ മൊത്തം യാത്രക്കാരുടെ 39.2%, അതായത് 3.38 കോടി യാത്രക്കാർ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിച്ചു. ദുബായ് വിമാനത്താവളങ്ങളുടെ ഈ വിജയം വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹജ്ജിനായി വിദേശത്തു നിന്നും ഇതുവരെ എത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം 2.2 ലക്ഷം കവിഞ്ഞു. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയിട്ടുള്ളത് ഇന്തോനേഷ്യയിൽ നിന്നുമാണ്, 50,000-ലധികം പേർ. തൊട്ടു പിന്നാലെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകരെത്തി. തീർത്ഥാടകരെ പൂർണ്ണമായും സ്വീകരിക്കുന്നതിനും അവരുടെ വരവ്, പ്രവേശന നടപടിക്രമങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനുമായി മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതികൾക്കനുസൃതമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും ഹജ്ജ് വൃത്തങ്ങൾ അറിയിച്ചു. മദീനയിലെ അൽ മുഹമ്മദ് ബിൻ അൽ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് തീർത്ഥാടകരെയും വഹിച്ച ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനങ്ങൾ എത്തിച്ചേരുന്നത്.
പുണ്യസ്ഥലങ്ങളിലേക്ക് ഹജ്ജ് യാത്ര ആരംഭിക്കുന്നതിന് മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രവാചകന്റെ പള്ളി സന്ദർശിച്ചും അവിടെ പ്രാർത്ഥിച്ചും തങ്ങളുടെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് മദീനയിലെത്തുന്ന പുണ്യ തീർത്ഥാടകർ. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചിമ ബംഗാൾ സ്വദേശിയുടെ ഭാര്യയ്ക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കൊൽക്കത്ത നിവാസിയായ ബിദൻ അധികാരിയുടെ ഭാര്യ സൊഹിനി റോയ്ക്കാണ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇന്ത്യൻ പൗരത്വം അനുവദിച്ചത്. IT ജീവനക്കാരനായിരുന്ന ബിദൻ അധികാരി ഫ്ലോറിഡയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ ഭാര്യയ്ക്കും 3 വയസ്സുകാരനായ മകനുമൊപ്പം പഹൽഗാമിലെത്തിയതായിരുന്നു ബിദൻ. ഭാര്യയുടെ കൺമുന്നിൽ വെച്ചാണ് ബിദൻ ഭീകരവാദികളെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സൊഹിനി റോയ് ബംഗ്ലാദേശിലെ നാരായൺഗഞ്ചിലാണ് ജനിച്ചത്. 97-ൽ ഇന്ത്യയിലെത്തിയിരുന്നു. ബിദൻ അധികാരിയുമായുള്ള വിവാഹത്തിന് പിന്നാലെ തന്നെ അവർ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ചെന്ന് കേന്ദ്രമന്ത്രി സുഗാന്ത മജുംദാർ പറഞ്ഞു. പൗരത്വം നൽകുന്നതിലൂടെ കേന്ദ്ര സർക്കാർ സൊഹീനിക്ക് പുതിയൊരു ജീവിതം നൽകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി കേരള ഹൈലൈറ്റ്സ്. കെ സുധാകരനെ തൃപ്തിപ്പെടുത്താനല്ല പാർട്ടി ശക്തിപ്പെടുത്താനാണ് തന്നെ KPCC പ്രസിഡന്റാക്കിയതെന്ന് പാർട്ടി അധ്യക്ഷനെ ചുമതലയേറ്റ സണ്ണി ജോസഫ് പറഞ്ഞു. ടീം വർക്കിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമകാലിക രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടുക തന്നെ ചെയ്യുമെന്ന് സണ്ണി ജോസഫ് പറയുന്നു. പുതിയ നേതൃനിര ഒരു ടീമായി പ്രവർത്തിക്കണമെന്നും പാർട്ടിയിൽ അച്ചടക്കം അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ ഭാരവാഹികളും ഒപ്പം ചുമതലയേറ്റു. കോൺഗ്രസിനെ ഗ്രാമങ്ങളിലും ബൂത്തുകളിലും വാർഡുകളിലും ശക്തിപ്പെടുത്താനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. മലയോര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങളും കാർഷിക മേഖലയിലെ വായ്പാ കുടിശ്ശിക പ്രതിസന്ധിയും പരിഹരിക്കാൻ മുൻഗണന നൽകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംതൃപ്തിയുണ്ടെന്നും ഓരോ തെരഞ്ഞെടുപ്പിലും മുന്നേറാൻ കഴിഞ്ഞെന്നും KPCCയുടെ പുതിയ നേതൃത്വം ചുമതലയേൽക്കുന്ന ചടങ്ങിൽ സംസാരിക്കവേ സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. ലോക്സഭയിലും ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ തൻ്റെ നേതൃത്വത്തിനായെന്നും സുധാകരൻ പറഞ്ഞു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 113.64 ഇന്ത്യൻ രൂപ, ഒരു $, $85.42 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 96.07 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 $. ഇനി സ്പോർട്സ്. സീസണിലെ അവസാന എൽ ക്ലാസിക്കോയിലും റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചതോടെ സ്പാനിഷ് ലീഗായ ലാലിഗയിൽ കിരീടത്തിന് തൊട്ടടുത്തെത്തി ബദ്ധവരിയായ ബാഴ്സലോണ. സീസണിലെ 4ാമത്തെയും അവസാനത്തേതുമായ എൽ ക്ലാസിക്കോയിൽ റയലിനെ നാണം കെടുത്തുകയായിരുന്നു FC ബാഴ്സലോണ. കഴിഞ്ഞ ദിവസം നടന്ന നിർണായക മത്സരത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്കാണ് ബാഴ്സയുടെ വിജയം. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഹാട്രിക്കുമായി തിളങ്ങിയെങ്കിലും അൻസലോട്ടിക്കും സംഘത്തിനും ബാഴ്സയെ പിടിച്ചു കെട്ടാനായില്ല. രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കാൻ റയൽ കിണഞ്ഞ് ശ്രമിച്ചെങ്കിലും ബാഴ്സ പ്രതിരോധത്തെ കീഴടക്കാനായില്ല. 70-ാം മിനിറ്റിൽ ഹാട്രിക് പൂർത്തിയാക്കി എംബാപ്പെ ബാഴ്സയുടെ ലീഡ് കുറച്ചു. തുടർന്ന് ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി ഇരു ടീമുകളും കളം നിറഞ്ഞെങ്കിലും ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനുമായില്ല. ജയത്തോടെ ലാലിഗ കിരീടം സ്വന്തമാക്കാൻ ഇനി ബാഴ്സയ്ക്ക് ഒരു ജയം മാത്രം മതി. നിലവിലെ 35 മത്സരങ്ങളിൽ നിന്നും 82 പോയിന്റുമായി ബാഴ്സ പട്ടികയിൽ ഒന്നാമതാണ്. അത്രയും മത്സരങ്ങളിൽ റയലിന് 75 പോയിന്റാണുള്ളത്. 35 മത്സരങ്ങളിൽ നിന്നും 70 പോയിന്റുള്ള അത്ലറ്റിക്കോയാണ് പട്ടികയിൽ മൂന്നാമത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിട്ട് കാണാൻ വെല്ലുവിളിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. വ്യാഴാഴ്ച ഇസ്താംബൂളിൽ സമാധാന ചർച്ചകൾക്കായി കാണാമെന്ന് സമ്മതിച്ച പുടിനുള്ള പ്രതികരണമാണിത്. വർഷങ്ങളായി യുദ്ധം തുടരുന്ന 2 അയൽ രാജ്യങ്ങളുടെ തലവന്മാർ നേരിട്ട് കാണുമ്പോഴുള്ള അവസ്ഥ എന്താകുമെന്ന കടുത്ത ആശങ്കയിലാണ് യൂറോപ്പും US-ഉം ലോകരാജ്യങ്ങളും. ഉക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള പുടിൻ്റെ നിർദ്ദേശത്തോട് ആദ്യം വേണ്ടത് വെടിനിർത്തലാണെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉക്രൈനിലേക്കുള്ള പ്രത്യേക പ്രതിനിധി ജനറൽ കീത്ത് കെലോഗ്. ഉക്രൈനിലെ കൊലപാതകം നിർത്തണമെന്നും റഷ്യയോട് കെലോഗ്. UK-യിലേക്ക് വിദേശ തൊഴിലാളികളെ അനുഗമിക്കുന്ന മുതിർന്ന കുടിയേറ്റക്കാർ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ വിജയിക്കണമെന്ന നിബന്ധന നടപ്പിൽ വരുത്താനൊരുങ്ങി കെയർ സ്റ്റാമർ സർക്കാർ. വിദേശത്തു നിന്നും എത്തുന്നവർ നമ്മുടെ ഭാഷ പഠിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണമെന്ന കെയർ സ്റ്റാമറുടെ നിലപാട് കടുത്ത UK സ്വദേശീയവൽക്കരണത്തിൻ്റെ തുടക്കമാണോ എന്നാണ് ഇപ്പോൾ ആശങ്ക. വെടിനിർത്തിയാലും പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെടിനിർത്തൽ ധാരണയ്ക്ക് തൊട്ടു മുമ്പാണ് വാൻസിനോട് മോദി തന്റെ ഉറച്ച നിലപാടുകൾ അറിയിച്ചതെന്ന് റിപ്പോർട്ട്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദില്ലി വിമാനത്താവളത്തിൽ അധികൃതർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. നിരന്തരം ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കണം, നടപടികളുമായി യാത്രക്കാർ സഹകരിക്കണമെന്നും അധികൃതർ. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ട്രക്കും ട്രെയിലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 13 മരണം. ഞായറാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് തന്റെ പുതിയ മുൻനിര മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. ടാന്യ പ്ലിബർസെക്കിനെ സാമൂഹിക സേവന മന്ത്രിയായി നിയമിച്ചു. പുതിയ അറ്റോർണി ജനറൽ മിഷേൽ റോളുണ്ടാകും. ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർക്ക് NDS-ന്റെ അധിക ചുമതലയും. ഉക്രൈനിൽ നീതിയുക്തവും നിലനിൽക്കുന്നതുമായ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത്
ലിയോ 14 മാർപ്പാപ്പ. ഇനി ഒരിക്കലും യുദ്ധം പാടില്ലെന്നും ഞായറാഴ്ചത്തെ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ മാർപ്പാപ്പ. ഇന്ന് മാലാഖമാരുടെ ദിനം, അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെയും അനുകമ്പയും കരുതലിനെയും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്ന ദിനമാണ്. അബുദാബി എമിറേറ്റിൽ 1000 ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങി അബുദാബി മൊബിലിറ്റി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ 16 മാസത്തിനിടെ 8.6 കോടിയിലധികം യാത്രക്കാർ ഒരു പരാതിക്ക് പോലും ഇടം നൽകാതെ യാത്ര ചെയ്തതായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. ഹജ്ജിനായി വിദേശത്തു നിന്നും ഇതുവരെ എത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം 2,20,000 കവിഞ്ഞു. ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയത് ഇന്തോനേഷ്യയിൽ നിന്നും. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചിമബംഗാൾ സ്വദേശിയും കാലിഫോർണിയയിലെ IT ജീവനക്കാരനുമായിരുന്ന ബിദൻ അധികാരിയുടെ ബംഗ്ലാദേശിയായ ഭാര്യ സൊഹൈനി റോയ്ക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കെ സുധാകരനെ തൃപ്തിപ്പെടുത്താനല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് തന്നെ KPCC പ്രസിഡന്റാക്കിയതെന്ന് അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫ്. പുതിയ സംസ്ഥാന നേതൃത്വവും ചുമതലയേറ്റു. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.